പരാജയം. ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ വീണ്ടും പിണറായി. കേരളത്തിൽ അധികാരം നിലനിർത്താൻ കോൺഗ്രസിനെ മുഖ്യശത്രുവായി കണ്ട് BJPയോട് മൃദു സമീപനം സ്വീകരിച്ചത് ന്യൂനപക്ഷങ്ങളിൽ എതിർപ്പുണ്ടാക്കിയെന്ന വിലയിരുത്തലാണ് CPM കേന്ദ്രങ്ങളിലുള്ളത്. PM ശ്രീ പോലെയുള്ള പദ്ധതികൾ കണ്ണുമടച്ച് സ്വീകരിച്ചത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ എതിർപ്പിന് കാരണമായപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ ഭൂരിപക്ഷ സമുദായങ്ങളുടെ പിന്തുണ ഇടതുപക്ഷത്തിന് ലഭിക്കാതെ പോയി. BJPയെ അകറ്റി നിർത്താൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂട്ടത്തോടെ കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിച്ചതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപാളയത്തിന് ഭീഷണിയായത്. ഇത് തിരിച്ചറിഞ്ഞ് ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താനുള്ള നീക്കമാണ് ഇപ്പോൾ ഇടതുചേരി ആവിഷ്കരിക്കുന്നത്. എല്ലാ കാലത്തും ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിച്ചത് ഇടതുപക്ഷമാണെന്നും ന്യൂനപക്ഷ സംരക്ഷണം ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് അളക്കാനാകില്ലെന്നും ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത് ഇതിന്റെ ഭാഗമായി വേണം കരുതാൻ. തന്റെ സർക്കാർ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്നത് തുടരുമെന്ന് ഉറപ്പു നൽകുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. സമസ്ത വേദിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. രാജ്യത്ത് ആരാധനാ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും മാതൃഭാഷ സംസാരിക്കാനുമുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുന്നു. ഇവയ്ക്ക് നേരെ കണ്ണടയ്ക്കുന്ന കൂട്ടരുണ്ട്. ഇതിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന കൂട്ടരുമുണ്ട്. അവ ഏതൊക്കെയെന്ന് തിരിച്ചറിയാൻ സമസ്തയെപ്പോലുള്ള സംഘടനയ്ക്ക് കഴിയണമെന്ന് പിണറായി പറഞ്ഞു. എക്കാലത്തും കോൺഗ്രസ് കൂടെ കാണില്ലെന്നും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കണമെന്നുള്ള ആഹ്വാനമാണ് ഇതിലൂടെ മുഖ്യമന്ത്രി നൽകിയത്. മതനിരപേക്ഷ വേഷം ധരിച്ച് മതേതര വിരുദ്ധർ പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ട്. അവരെ തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. ഭൂരിപക്ഷ വർഗീയത ഉയർന്നു വരുമ്പോൾ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് അതിനെ ചെറുക്കാമെന്ന് കരുതുന്നവരോടും വിട്ടുവീഴ്ച ചെയ്യരുത്. ഏത് വർഗീയതയും നാടിന് ആപത്ത് മാത്രമേ വരുത്തുകയുള്ളൂ. വർഗീയതയോടുള്ള വിമർശനം ഏതെങ്കിലും മതവിഭാഗത്തിനോടുള്ള വിമർശനമല്ല. ഭൂരിപക്ഷ വർഗീയതയെ വിമർശിക്കുന്നത് കൊണ്ട് അത് ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട മതത്തെയല്ലെന്ന് തിരിച്ചറിയണം. അതുപോലെ ന്യൂനപക്ഷ വർഗീയതയെ വിമർശിക്കുമ്പോൾ ന്യൂനപക്ഷ മതങ്ങളെയോ അതുമായി ബന്ധപ്പെട്ടവരെയോ അല്ല വിമർശിക്കുന്നത്. രണ്ട് വർഗീയതയും പരസ്പര പൂരകങ്ങളാണ്. അത് തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിയണം. മതവിശ്വാസവും വർഗീയതയും രണ്ട് വിരുദ്ധ ധ്രുവങ്ങളാണ്. വർഗീയതയോടുള്ള വിമർശനം മതവിശ്വാസികളോടുള്ള വിമർശനമായി ഉയർത്തിക്കാട്ടുന്നത് വർഗീയവാദികളുടെ ആവശ്യമാണ്. അവർക്ക് അതിന്റെ മറവിൽ രക്ഷപ്പെടാനാണ്. സമസ്ത അതിനെ അനുവദിക്കരുതെന്നും മുസ്ലിം ലീഗിനെ ഉന്നം വെച്ചും മുഖ്യമന്ത്രി പറഞ്ഞു. സത്യമാണെന്ന് തോന്നുന്ന രീതിയിൽ നുണ നല്ല രീതിയിൽ പ്രചരിപ്പിക്കുക എന്നതാണ് എല്ലാ വർഗീയവാദികളുടെയും പ്രത്യേക സ്വഭാവം. വർഗീയ സംഘടനകൾക്ക് അതിന് പ്രത്യേക പരിശീലനമുണ്ട്. നുണപ്രചരണത്തിൽ പ്രൊഫഷണലുകളെ സൃഷ്ടിക്കാൻ വർഗീയ സംഘടനകൾക്ക് കഴിയുന്നുവെന്നതും നാം കാണേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമസ്തയുടെ വേദിയിൽ പിണറായി നടത്തിയ പ്രസംഗം മുസ്ലിം വിഭാഗത്തോടുള്ള കമ്മ്യൂണിക്കേഷനായി വേണം കരുതാൻ. ഭൂരിപക്ഷ വിഭാഗത്തെ ഒപ്പം നിർത്തുന്നതിനോടൊപ്പം ന്യൂനപക്ഷ വിഭാഗം അകന്നു പോകാതിരിക്കാനുള്ള ഇടതു നീക്കത്തിന്റെ തുടക്കമാണ് പിണറായിയുടെ ഈ പ്രസംഗം.